ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മഞ്ജു പിള്ള അവസാനം മൗനം വെടിഞ്ഞ് റിയാക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ സഫീന ബീവിയുടെ വൃത്തികെട്ട പരാമർശങ്ങൾക്ക് ശേഷം മഞ്ജു പിള്ള ഇന്ന് റിയാക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ്. അത് മഞ്ജു പിള്ള എൻ്റെ മകളായ ദയാ സുജിത്തിൻ്റെ യൂട്യൂബ് ചാനൽ, ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഇവരെ കാണാൻ വരികയും അതിലൂടെ ഒരു റിയാക്ഷനോട് കൂടി ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇതിന് റിയാക്ഷൻ കൊടുക്കേണ്ടതെന്ന് നമുക്ക് തോന്നും. ഇതിന് മികച്ചൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം. നമുക്കറിയാം സഫീന ബീവിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എയറിലല്ല, അങ്ങ് ആകാശത്ത്, ബഹിരാകാശത്ത് തിരിച്ചെത്താൻ പറ്റാത്ത ഏതോ ഗാലക്സിയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള മനുഷ്യന്മാർ പുള്ളിക്കാരിയെ കയറ്റി വിട്ടിട്ടുണ്ട്. അത്രയ്ക്കും വൃത്തികെട്ട പരാമർശങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തി പറയുന്നത് പോലെ ഇരുന്ന് എന്തൊക്കെയോ വിവരക്കേട് എഴുന്നള്ളിക്കുക, അതാണ് സഫീന ബീവിയുടെ പ്രവർത്തനം. അങ്ങനെയുള്ള സഫീന ബീവിയുടെ എതിരെ നമ്മുടെ മഞ്ജു പിള്ള എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ അതിലോട്ടേക്ക് കടന്നു നോക്കാം ഗൈസ്. കയറൂരി വിട്ടിരിക്കുകയാണ് മക്കളെ എന്നാണ് സഫീന ബീവിയുടെ പ്രധാന പ്രശ്നം. കയറ് കെട്ടിയിടാൻ ഇതുപോലെ പശുക്കളല്ലല്ലോ, അവരുടെ കണ്ണിൽ അതായിരിക്കും. അപ്പോൾ അവർ അത് വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. എന്നെ കയറ് വെച്ച് കെട്ടിയിടാൻ വന്നതാണ്. അത് ഓൾറെഡി ഉണ്ടല്ലോ. കയറ് മാത്രമല്ല, കുറച്ച് പുല്ലും കൊണ്ടിട്ടുണ്ട്. പശുവിനെ പോലെ സൈഡിൽ കെട്ടിയിടും. തീറ്റ മറ്റേ പഴം കഞ്ഞി മറ്റേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ അനിയാണ് സൈഡിൽ പിടിച്ച് കെട്ടിയിടും. സോ ഞാൻ കഴിച്ചു കഴിഞ്ഞു, അമ്മയും കഴിച്ചു. ഇനി നമ്മൾ എങ്ങോട്ടമ്മ പോകുന്നത്? നമ്മളിനി എന്ത് ചെയ്യും അമ്മ? നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി ഷോപ്പിങ്ങിന് വേണ്ടി എന്ത് ചെയ്താലും കയറിന്റെ അറ്റൻഡ് കയറ് വെട്ട് കളയില്ല കയറ്. നമ്മൾ കയറിന് വേണ്ടി കയറ് ബാഗ് വരെ എൻ്റെ അമ്മ എടുത്തിട്ടുണ്ട് കയറിന് വേണ്ടി. പക്ഷെ അതെ നമ്മൾ വലിയ കളികൾ മാത്രം. നമുക്കൊരു ഔട്ട്ഫിറ്റ് ചെക്ക് നടത്താം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതത്രേ ഉള്ളൂ. മെയിനായിട്ട് കയറിനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. കയറിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ. കയറാണ് സഫീന ബീവിയുടെ പ്രധാന. കയറ് വെച്ചിങ്ങനെ വീട്ടിൽ കെട്ടിയിടണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെ വസ്ത്രം ഇടണം, എങ്ങനെ ഇടണം, എപ്പോൾ ഇടണം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കണം. അവരെ പോലെ വീട്ടിലിരുന്നിട്ട് 24 മണിക്കൂറും കണ്ട ആൾക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം, അനാവശ്യമായി കുറ്റം പറയണം, യാതൊരുവിധ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിക്കാതെ വെറുതെ കുറ്റം മാത്രം എഴുന്നള്ളിക്കുക, ഭ്രാന്ത് വിളിച്ച പോലെയുള്ള കുറ്റം. അതൊക്കെയാണ് സഫീന ബീവിയുടെ പ്രധാന പണി. അതിന് കൃത്യമായ ഉത്തരം, ഇതിനും മികച്ചൊരു മറുപടിയില്ല. ട്രോളിലൂടെ തകർത്തിട്ടുണ്ട്. പക്ഷേ മഞ്ജു പിള്ള റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. ഒന്നാമത് പുള്ളിക്കാരിയൊക്കെ മര്യാദയ്ക്കുള്ള ഒരു പ്രൊഫഷണലുള്ള, വളരെ റെപ്യൂട്ടഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ ഹോം പോലെയുള്ള സിനിമകളിലൊക്കെ എത്രയോ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. എത്രയോ വർഷമായിട്ട് ഫീൽഡിലുള്ള ആളാണ്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലുള്ള കച്ചറ കേസ് സംസാരിക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇവരുടെ ചൊറിച്ചൽ അങ്ങ് ചൊറിഞ്ഞ് സൈബർ ബുള്ളിയിങ് ലെവലായതുകൊണ്ടാണ് ഇവരിത് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്റെ ഹോം ലോൺ ആരും വന്ന് ചെയ്ത് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. എന്റെ കാർ ലോൺ ആരും അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. നിന്റെ ലോൺ അങ്ങനെ പലതും ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ ചെയ്യണം. പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളായാലും ആരായാലും അവരവരുടെ പാഷനിൽ പോവുക. അവരവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് മാത്രമല്ല, അവർക്ക് ധൈര്യം അതുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഒരു തരം ധൈര്യം തന്നെയാണ്, അതുണ്ടെങ്കിൽ ലിവ് യുവർ ലൈഫ്, ഡു വാട്ട് എവർ യു വാണ്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ജീവിക്കുക. നാളെ ഒരു വണ്ടി തട്ടിയാൽ തീരാവുന്ന കാര്യമുള്ളൂ. നാളെ വേണ്ട, ഇവിടെ നിന്ന് കാപ്പ് പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തീരാവുന്ന ഇതേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ. എൻജോയ്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ, അവരെ ഉപദ്രവിക്കാതെ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, അപകടം ഉണ്ടാക്കാതെ ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്താ? മക്കളെ സപ്പോർട്ട് ചെയ്യുക. അമ്മ ഇങ്ങനെ ആക്കാൻ പറ്റുമോ? പിന്നെ നമ്മളെന്തീ കാണിക്കുന്നത്? വലിയ കോൺട്രവേഴ്സി ഉണ്ട്. അമ്മ മൂക്ക് തുറക്കാൻ പറ്റുമോ? വിവരമില്ലാത്ത ആൾക്കാരാണ് അപ്പുറത്തിരിക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം ഇതൊക്കെ പറഞ്ഞാൽ തലയെ കൂടി കയറും നമുക്ക് പറയാൻ പറ്റില്ല. കോൺഫിഡൻസ് ആണെല്ലാം. ദയാ സുജിത്ത് അങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇടുന്നത്, അവരത് പോർട്രേ ചെയ്തിരിക്കുന്ന രീതി ഒട്ടും വൾഗാരിറ്റി നമുക്ക് തോന്നുന്നില്ല.
ബിക്കോസ് അത് അത്രയും പെർഫെക്റ്റ്ലി അത്രയും കറക്റ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവരത്ര മനോഹരമായിട്ട് അത് ചെയ്തിട്ട് അവർക്ക് അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. എല്ലാവർക്കും അതുപോലെ വന്നിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ആ കോസ്റ്റ്യൂം അത്രയും മനോഹരമായിട്ട് എടുത്ത് കാണിക്കാനുള്ള കോൺഫിഡൻസ് ചിലപ്പോൾ അവരുടെ ബോഡി ആറ്റിറ്റ്യൂഡിലുണ്ടാവില്ല, ഇതിലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് പറയേണ്ടി വരും. അപ്പം അത് അതേപോലെ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്വിം സ്യൂട്ട് ഇട്ടിട്ട് ഒരു റാമ്പ് വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ച് അത്രയും കോൺഫിഡൻസോട് കൂടി അത്രയും കോൺഫിഡൻസ് ഉള്ള ആ പണിക്ക് പറ്റിയ ഒരാളത് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും അതൊരു ഓക്വേർഡായിട്ട് തോന്നൂല. അതാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് അവരെ അൺഫോളോ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എല്ലാം ചെയ്ത് പിന്നിൽ ഓടി നടന്ന് ബാർക്ക് ചെയ്ത് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ ഇറ്റ്സ് വെരി ഒഫെൻസീവ് ആൻഡ് വെരി റോങ്. ഇതുപോലുള്ള ചാനൽസ് ഒന്നും യൂട്യൂബിൻ്റെ ഇതിൽ തന്നെ ആൾക്കാരെ നമ്മൾ ഇതാക്കാൻ പാടില്ല, കാണാൻ പാടില്ല എന്ന് ഞാൻ പറയും. അത്രയും വിവരം കെട്ട വൃത്തികെട്ട കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ തന്നെ ഇവർക്കൊക്കെ മറുപടിയൊക്കെ കൊടുക്കാനുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ മറുപടിയൊന്നും ഇവരൊന്നും അർഹിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൊന്ന് ഓണാക്കി വെച്ച്